അപ്പൊ ഇതിന്റെ റെസിപ്പി നമ്മൾ എന്ത് ചെയ്യില്ല വിടൂല. പക്ഷെ നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കും എങ്ങനെ ഉണ്ടാക്കണ്ടത്. എന്നിട്ട് ഒരു സ്വയം കൈവച്ചിട്ടുണ്ടാക്കും. ഇതിന് ടേസ്റ്റ് അയിമലല്ല, ഇതിന്മേലാണ് കൈപുണ്യം. ഇതെല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുണ്ട്. ചോക്ലേറ്റ് സാധനങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടും. ഇത് കിട്ടില്ല. ഇത് കിട്ടൂല. ഇത് കേട്ടോ, ഇത് സൈക്കോ ജിമ്മിനോളുണ്ട്, ഞാൻ ജിമ്മിനോട് എല്ലാവരും ഇവിടെ പൊട്ടിക്കാണ്ടോ. കുറച്ചായിട്ട് ജിമ്മിൽ തന്നെയാണോ ബാസിലിന്റെ ഇവിടെ ഫുള്ള് താഴെ പൊട്ടിക്കണ്. എന്റെ അവിടെ ജിദ്ദയിലൊക്കെ ചെന്നപ്പോണ്ടല്ല ഫുള്ള് ആൾക്കാർ പറയാ എന്നോട് ചോദിച്ചു നിങ്ങൾ പാട്ടിടും അതില് അങ്ങനെ ചോദിച്ചു. അതിൽ ഞാൻ പാട്ടിന് വന്നാണ് പരിപാടി. അപ്പൊ നിങ്ങൾ ഷെഫല്ലേ? ഞാൻ പറഞ്ഞു ഞാൻ ഷെഫല്ല, നമ്മള് പാർട്ട് ടൈം മാത്രമേ കുക്കിംഗ് ചെയ്യലുള്ളൂ. പക്ഷെ നമ്മളൊക്കെ ഇപ്പോഴും കാരണം നിങ്ങൾ ഇത്ര നല്ല റെസിപ്പി ഉണ്ട്, നിങ്ങൾക്ക് ഇതിന്റെ പിന്നെ പാട്ടും പടി ഇങ്ങനെ മൊയന്തായി നടക്കണോ? 4 ഷെഫ് ഇട്ടിട്ടാണ്ട് ഒരു ഹനാൻ പിള്ളൈ തുടങ്ങി. ദുബായ് സ്പെഷ്യൽ കുനാഫ ചോക്ലേറ്റ് ഇങ്ങനെ പൊട്ടിച്ചാല് പൊന്തിങ്ങനെ വരും, ഇങ്ങനെ പൊട്ടിക്കാം. ഇങ്ങനെ പൊട്ടിക്കുമ്പോ ഇങ്ങനെ വരും കുനാഫ. അപ്പൊ ദുബായ് സ്പെഷ്യൽ വൈറൽ ചോക്ലേറ്റ് കുനാഫയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ഇതെന്താ വെച്ചാൽ നമ്മളെ വാപ്പ വലിയപ്പന്മാരാണ് ശരിക്കും നമ്മൾ കൊക്കോ കാടുകൾ വാപ്പ വെല്ലിപ്പാനെ പറഞ്ഞ ഭാഗത്തായി എന്നാലും പറയാം. ഇതിനു വേണ്ടി നമുക്കുള്ളത് കുനാഫന്റെ സാധനം ഇവിടെ കിട്ടാല്ല. അപ്പൊ കുറച്ച് സേമിയത്തിന്റെ ഇതും വാങ്ങി. ഇനി അത് അഥവാ ഫിക്സ് ആയിട്ടില്ലെങ്കിൽ കുറച്ച് മഞ്ഞ മിച്ചർ വാങ്ങിയിരുന്നു. അതായത് നമ്മള് കുടുങ്ങൂലല്ലോ പേടില്ല. അതാണ് കാരണം. എടാ 500 ആൾക്ക് വെള്ളം കളിക്ക് എത്ര കളർ ഉപയോഗിക്കുള്ളൂ? 500 ആൾക്ക് വെള്ളം കളിക്കുന്നുണ്ട്. അങ്ങനെ പറയണ്ട. ഇമ്മാനുണ്ട് അങ്ങനെ ഒരു വർത്താനം. നമ്മൾ എന്തുണ്ടാക്കിയത് ടാങ്കിന്റെ പൊടി ഇട്ടാലും പണ്ടത്തെ അമ്മമാരുടെ സ്റ്റൈലാട്ടോ. അല്ല അടുക്കളയിൽ നിന്നോൾക്ക് എക്സ്പീരിയൻസ് ഇതുകൊണ്ട് അത്രക്ക് ഉണ്ടാക്കാം ഇതുണ്ടെങ്കിൽ ഒരു 10 ആൾക്ക് കലക്കേനി അറിയും. നമ്മളൊക്കെ നേരങ്ങളൊന്നും 10 കാലിക്ക് കാട്ടട്ടെ. കലക്കി കാണി 10 കലക്കി നാളെ ഡോക്ടർക്ക് സാറേ ഭോജനം പല കളറിലും മിശ്രണം പച്ച കളറിലുമാണ് വന്നത്, എന്ത് ചെയ്യും സാറേ? അപ്പൊ ഡോക്ടർ നീ എന്താ ഹൾക്കോ? മിക്സി പണിയാക്കണ്ട. മിക്സി കേട്ടില്ല. പിന്നെ മിക്സിന്റെ എല്ലാം അടിച്ചു പോകും. സംഭവം ശരിയാണ്, ബ്ലേഡ് ഒക്കെയാണ്. പക്ഷെ പിസ്റ്റന്റെ പോലെ ചോദിച്ചാലേ കൽപ്പൊന്നുമില്ല. ഒരു മിക്സിക്ക് എത്ര? എന്തത് പുഷ്പ 500 കൊടുക്കാറേ. ഇതെന്തോ സേമിയ പായസല്ലേ, പേസ്റ്റ് ആയിട്ട് കളിക്ക് പോലുണ്ടല്ലോ. എന്തൊക്കെ ഞാൻ പോയിട്ട് തലേക്കറി എന്തായാലും കൊളാക്കി. ഒരാളെ നമ്മള് കഴിപ്പിക്കണില്ല. കാരണം എന്താ വെച്ചാല് ഒക്കെ പാടെടുത്തിട്ട് വണ്ടിയിലിട്ട് കൊണ്ടുപോകാൻ ഒരാള് പാടില്ല. എന്തായാലും നിങ്ങളെല്ലാരും കഴിക്കും. ഞാൻ കാത്തിക്കണ്ട, ഇച്ചത് കഴിക്കും. പേടിക്കാതടാ. എന്തോ സാധനം വരാനുണ്ടോ? എന്തോ ആക്കൂലേ ഉറപ്പല്ലേ? പഞ്ചസാര അടിച്ചപ്പോ മൈദപ്പൊടി ആയിട്ടാ ഇത് തീ പാറിയില്ലേ. ഇത് ഈ എൻഡിങ് ഷെഫിന്റെ ഈ എൻഡിങ് റെസിപ്പിയാണ് എപ്പോഴും ഡിഷിന്റെ ലെവൽ മാറ്റുക. ഇത്ര ചോക്ലേറ്റ് മതിയോ? അതായത് ഇതൊക്കെ ഉണ്ടാക്കിയാണ് തിലകൻ ലാസ്റ്റ് ഉണ്ടാക്കി എന്തൊരു സാധനം ഇടുന്നുണ്ട്. അയ്യമ്മലാണ് ബിരിയാണിന്റെ ടേസ്റ്റ് ഞാനും തിന്നും. ഒരു കടി നിന്റെ കടി പിന്നെ നിൽക്കട്ടെ. ഞാൻ അടിയായി ലാസ്റ്റ് കടിയായി. ഞങ്ങൾക്കും ആ പ്രശ്നമുണ്ട്. പക്ഷെ ഞങ്ങൾ ഫുള്ളും തിന്നും. അപ്പൊ തിന്നും. ദുബായ് റീജിയനിലെ വീഡിയോ ഓഫ് ആക്കിട്ടോ.
ഇത് ഇങ്ങനെ അർച്ചൊരു കടി അടിച്ചാ ഒറ്റ കടി ഇന്ന സാധനം ഒന്നും പാൻറ്റും കുറ്റിക്കണ അർച്ചിയെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓ ക്രഞ്ച്. ആ സൗണ്ട് ആരും കേട്ടില്ല. മൈക്ക് ആ സൗണ്ട് കിട്ടണം. സംസാരിച്ച് ഇഷ്ടപ്പെട്ടോ സാധനങ്ങള് ഹലോ പറഞ്ഞ ഹലോ പോയി എന്നാ ബസ്ലാക്കാര് ഫുള്ളാണ് തീർത്താണ്. ക്യാമറ തിരിച്ചു പിടിച്ചാ സീനില്ല ചോക്ലേറ്റ് മാറ്റിയേക്കാം. ആ ടേസ്റ്റ് ഉണ്ട് എന്നാലും ചോക്ലേറ്റ് മാറ്റിയൊക്കെ എത്തിയതാ. ചോക്ലേറ്റ് വെള്ളത്തിൽ കേൾക്കണം. ആ ചോക്ലേറ്റ് ഒന്ന് കേൾക്കണം. അത് ഫ്രിഡ്ജിൽ വെച്ചാ ബ്ലോഗ് ആണ്. ഇവിടെ അയലോക്കത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിലേ അഥവാ ഇവിടെ വാളനക്കൊന്നും ഇല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കട്ടോ. 108ക്ക് വിളിക്കുക, ആംബുലൻസ് എത്തിക്കുക, എടുത്തിട്ട് കൊണ്ടുപോകണം. ഇത് പാളി നമ്മൾ ഉദ്ദേശിച്ച പോലെ വേസ്റ്റ് ആയിട്ടുള്ളൂ, ബാക്കി കുഴപ്പമില്ലല്ലോ. നമ്മള് ചോക്ലേറ്റിനെ രക്ഷപ്പെടുത്തി. അതായത് ആത്മഹത്യക്ക് പോയ ചോക്ലേറ്റ് നമ്മൾ രക്ഷപ്പെടുത്തി. ചോക്ലേറ്റിന് കുഴപ്പമില്ലല്ലോ. ചോക്ലേറ്റിന് എന്താ വയറ്റിന് പ്രശ്നമില്ല. ഇത് കളയല്ലോ. കാരണം എന്താ ഫുള്ള് വിലപിടിപ്പില് സാധനങ്ങളാണ്, നമുക്കൊരു ഉണ്ടാക്കിയാണ് അവിടെ വെക്കാം. ഇതില്ലേ ഇത് പറഞ്ഞൊരു പോഷക ബോളാണ്. കാരണം ഇതിന് വെർമിസെല്ലി, എന്താ മറ്റേ കുനാഫ സെല്ലി, തോന്നുമ്പ സെല്ലി, എല്ലാ സെല്ലികളും ഇട്ട് പിസ്തി അടക്കം മിക്സ് ചെയ്ത് വാറ്റി നമ്മൾ സാധനം എടുത്ത സാധനമാണ്. അപ്പോൾ ഇത് ഭയങ്കര പോഷകങ്ങളുള്ള സാധനം തോന്നുന്നു. പക്ഷെ എന്തായാലും തിന്നോക്കാതൊക്കെ ഇവിടെ അരി ഉണ്ടായിട്ടാ. മാറിക്ക് ഷെഫിന്റെ മുഖം എടുത്താ. അഞ്ഞൂറാക്കുള്ള ഞാൻ പറഞ്ഞാണ്. അപ്പൊ ജിമ്മാരെ കുറ്റം പറഞ്ഞേ. ഉമ്മമാരൊക്കെ ക്ഷമിക്കട്ടെ മോളെ. അപ്പൊ ഞങ്ങള് ആദ്യം പറഞ്ഞ് തിരിച്ചെടുക്കാണ്. എന്തെങ്കിലും നമുക്ക് മനസ്സിലായി ഉമ്മമാരും ആ തന്നെയാണ് ശരി. അപ്പൊ ഈ ഒരു പോഷക ബോളി നമ്മൾ ലേലത്തിൽ വെക്കുകയാണ്. ലാസ്റ്റ് 490 എത്ര നമുക്ക് മറ്റു സാധനം 1600 തന്നാല്, അതായത് ഇന്നുണ്ടാ വാങ്ങിയ സാധനങ്ങളെ പൈസ തന്നാല് നമ്മൾ ഈ പോഷക ബോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുന്നതാണ്. ഇപ്പച്ചിക്കും മുറിച്ച് കൊടുക്കാനാണ് നമ്മൾ പ്ലാന്.